നമ്മൾ ചതച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള സ്റ്റെപ്പിലേക്ക് പോകാം. ഇപ്പൊ ഞാനൊരു മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ട് വഴറ്റാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് എരിവിനായിട്ട് ഇടുന്നത് ചതച്ച മുളകില്ലേ, ചതച്ച മുളകാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് കുറച്ച് കൂടുതൽ ഇടാം. വേറെ പച്ചമുളക് ഒന്നും നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ ചതച്ച മുളകില്ലേ, ചില്ലി ഫ്ലേക്സും ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി കിട്ടണം. കളറൊന്നും മാറണം, അതുവരെ വഴറ്റി കൊടുക്കാം. കുറച്ച് വഴറ്റി ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മാത്രം, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, കാശ്മീർ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഉള്ളിയും വറ്റൽമുളകും എല്ലാം നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. കളറൊക്കെ കിട്ടും. നമ്മൾ ആദ്യം ഇട്ടതിനേക്കാളും കളർ കുറച്ച് മാറിയിട്ടുണ്ട്, കുറച്ചുകൂടെ ഡാർക്ക് കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന, ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനും മസാലയും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം മുതൽ ഉപ്പ് ഇട്ടിട്ടില്ല, അപ്പൊ അതനുസരിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. എടുക്കൊന്ന് ഓപ്പൺ ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഞാൻ വേറൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പൊ വേറൊരു ചീനിച്ചട്ടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സ്വല്പം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഈ 3 ഐറ്റം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണം വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയുണ്ട്. അപ്പൊ കപ്പയിൽ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടാണ് വേവിച്ചിട്ടത്, ചെറിയ പീസാക്കി. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ കപ്പ ഒന്ന് പതുക്കെ ഉടച്ചു കൊടുക്കാം. നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ കഴിക്കാൻ പോകുന്നത് നമ്മൾ ഈ കപ്പയും കൂട്ടിയാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആവുന്ന സമയം കൊണ്ട് നമ്മളിപ്പുറത്ത് കപ്പ റെഡി ആക്കുന്നത്. അപ്പൊ കപ്പയും ചിക്കനും കൂടെ ഒരു കോമ്പിനേഷനും നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഇത് നല്ല ഡ്രൈ ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ മിക്ക വീടുകളിൽ ഉണ്ടാക്കുന്നതാണ്. ഈ കപ്പ ഇങ്ങനെ വളരെ ടേസ്റ്റ് ആണ്. ഇനി അഥവാ നിങ്ങൾ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തു. വളരെ എളുപ്പമാണ്. വെറുതെ നമുക്ക് മീൻകറിയുടെ കൂടെ, ചിക്കൻ കറിയുടെ, ഏത് നോൺ വെജിന്റെ കൂടെ നമുക്ക് ഈ കപ്പ കറി കഴിക്കാവുന്നതാണ്. ഇപ്പൊ കപ്പയൊക്കെ നമ്മൾ ഇളക്കി നന്നായിട്ട് ഉടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് ഒന്ന് ലൈറ്റ് ആയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് നോക്കാം. ചിക്കൻ തന്നെ വെള്ളം വരും. നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. കാരണം നമ്മൾ ഒരു തിക്ക് ഫ്രൈ ആയിട്ടാണ് ചെയ്യണത്. കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ആ മസാല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിയുടെ ഈ അളവൊക്കെ ഒന്ന് കുറച്ചും കൂടെ കൂട്ടിയാൽ മതി കേട്ടോ. ഇപ്പൊ
ഇതേ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കപ്പയുടെ ഈ ഒരു പരുവം. ഇത് ഈ റെസിപ്പി ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. കുറച്ച് കുഴഞ്ഞ രീതിയിൽ നമ്മൾ വേവിച്ചിട്ടാണ് കപ്പ ഓൾറെഡി ഇതിൽ ഇടുന്നത്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇപ്പൊ വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരുവത്തിൽ മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ ചിക്കൻ റെഡി ആവാൻ വേണ്ടി. ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ട് നമ്മൾ മൊത്തം അടച്ചു വെച്ച് വേവിച്ചത്. പക്ഷെ ഇടയിലും നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. കാരണം ഇപ്പൊ ആവശ്യത്തിനുള്ള അതിന്റെ ഗ്രേവി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി കുറച്ച് ഡ്രൈ ആവണം. അതുവരെ നമുക്കിനി ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ സ്പൈസി ചിക്കൻ ഫ്രൈ റെഡി ആവും. ഫ്രണ്ട്സ്, നമ്മൾ ഇനി ലാസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് 1 ടീസ്പൂൺ വിനീഗർ ആണ് കേട്ടോ. വിനീഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ചിക്കൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വഴറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി കണ്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ മൊത്തം ഒരു 20 മിനിറ്റോളം നമ്മുടെ ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തത്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ചിക്കൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഒപ്പം നമ്മൾ അതിന് കൂടെ കഴിക്കാൻ വേണ്ടി കപ്പയും റെഡി ആക്കി വെച്ചിട്ടുണ്ട്. കപ്പ പോലത്തേതും രണ്ടും ഒരു കോമ്പിനേഷൻ സൂപ്പർ ആണ് കേട്ടോ. കണ്ടത് ചിക്കന്റെ പീസ് ഒരെണ്ണം ഇതേപോലെ എടുക്കാം. അതിന്റെ മസാലയൊക്കെ ഉണ്ട്. അതിന്റെ ഒപ്പം നമ്മുടെ കപ്പയും കൂടെ നമുക്ക് ഇതേപോലെ കുറച്ചെടുത്ത് പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. മസാലയും കുറച്ചെടുത്ത് എന്താ വളരെ ടേസ്റ്റി ആയിക്കോട്ടെ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ടേസ്റ്റി ആണ് ഈ റെസിപ്പി. രണ്ടും കൂടെയുള്ള കോമ്പിനേഷൻ പറയാനില്ല. ആ സംഭവം കിടിലൻ തന്നെ. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ബൈ.